ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നാലുപാടും ആക്രമണം അഴിച്ചുവിട്ട് കഴിഞ്ഞു ഇസ്രായേൽ. ഇപ്പോ സിറിയയിൽ തന്നെ കനത്ത വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഹൂത്തി വിമതരെ ഇസ്രായേൽ 1000 കിലോമീറ്ററുകൾ, അതായത് 1000 മൈലുകൾ അകത്ത് കയറി അടിച്ച് അവരുടെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും പിന്നെ അവരുടെ വൈദ്യുതി നിലയങ്ങളും തകർത്തു കഴിഞ്ഞു എന്നറിയാനായിട്ട് സാധിക്കുന്നു. അതിനിടയിൽ ഇസ്രായേൽ ഇറാന് വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അറിയാലോ, ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനി ഇപ്പോ ഒളിവിലാണ്. അപ്പൊ ആയത്തുള്ള ഖമേനി ഒളിവിൽ പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ ഇറാന് കൊടുത്ത മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇറാന്, അതായത് ഇസ്രായേലിന് ഇറാന് എത്താൻ അങ്ങനെയല്ല, ഇസ്രായേലിന് എത്താൻ കഴിയാത്ത ഒരു ഭാഗം പോലും ഇറാനിൽ ഇല്ല എന്നാണ് ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഭീകര സംഘടന 1988 ലെബനനിൽ ഇസ്രായേൽ ഒരു അടി നടത്തിയപ്പോ ഒരു പ്രതിരോധ സംവിധാനം എന്ന രീതിയിലാണ് ഹിസ്ബുള്ള ആവിർഭവിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് തന്നെ കൊടുത്തിരുന്ന വലിയൊരു ബിൽഡപ്പ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ 2 ലക്ഷം മിസൈൽ ഉണ്ട്, 2 ലക്ഷം റോക്കറ്റ് ഉണ്ട് എന്നൊക്കെയാണ്. അപ്പൊ ഈ സകല സംവിധാനങ്ങളും തകർന്നു പോയൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോലെ തന്നെ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഇറാന്റെ ഒരു പ്രോക്സി സംഘടന കൂടെയാണ്. അപ്പൊ ഇറാൻ ഫോഴ്സ്ഡ് ആവുകയാണ് ഈ യുദ്ധക്കളത്തിലേക്ക് വരാനായിട്ട്. ഇസ്രായേൽ ആണെങ്കിൽ സകല സൈനിക പടക്കോപ്പുകളും വിന്യാസങ്ങളുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നാലുപാടും അടി തുടങ്ങി കഴിഞ്ഞു. എന്തായിരിക്കും ഇതിന്റെ ഒരു പരിണിത ഫലം? എന്തായിരിക്കും ഇത് അവസാനം? ഇറാൻ യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ഹമാസിന്റെ നേതാവ് ഹനിയ കൊല്ലപ്പെട്ടതിന്റെ പിന്നാലെ ആ ഒരു 3-4 ദിവസം വലിയ ടെൻഷനായിരുന്നു ലോകത്തിനെമ്പാടും. അപ്പൊ അന്ന് നമ്മുടെ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഈ ഇറാൻ തിരിച്ചടിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പം ഈ ടെഹ്റാനിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നിരുന്നു അന്ന്. അതായത് ആ മീറ്റിംഗിൽ പങ്കെടുത്തത് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ ഇറാന്റെ പ്രോക്സി സംഘടനാ നേതാക്കളുമായിരുന്നു. ഹിസ്ബുള്ള, ഹൂത്തീസ്, മിലേഷ്യൻസ്, അങ്ങനെ അനവധി സംഘടനകളുടെ നേതാക്കന്മാരെ പങ്കെടുത്തു. അപ്പൊ അവിടെ അവർ രണ്ട് പ്ലാൻ എയും പ്ലാൻ ബിയും രൂപം കൊടുത്തു എന്നാണ് അന്നത്തെ അന്തർദേശീയ മാധ്യമം, BBC അടക്കം എല്ലാ ഇന്റർനാഷണൽ മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്ലാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രീതിയിൽ ഈ അവരുടെ പ്രോക്സി സംഘടനകൾ മാറി മാറി ആക്രമിച്ച് ഇസ്രായേലിനെ അലോരസം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു നാശനഷ്ടം ഉണ്ടാക്കുക. പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഉൾപ്പെടെ എല്ലാ പ്രോക്സികളും ഒരേ സമയത്ത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക. ഈ രണ്ട് പ്ലാനുകളാണ് ഇവരുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് ഈ പ്ലാൻ എ എന്ന് പറയുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതായത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹമാസ് അവരുടെ ഒരു അറ്റാക്ക്, ഇതേ സൈഡിൽ തന്നെ കഴിഞ്ഞ 11 മാസമായിട്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ അടിച്ചോണ്ടിരിക്കുക, റോക്കറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരെണ്ണം. ആ സമയത്ത് ഈ ഹൂത്തികളുടെ ഒരു അറ്റാക്ക് നാം കണ്ടിരുന്നില്ല. പിന്നീട് നാം കാണുന്ന ഹമാസ് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ പോലും ആകാതെ അവര് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച. ഹിസ്ബുള്ളയെ കയറിയിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത സമയം, ഈ സമയത്താണ് അതുവരെ അനങ്ങാതിരുന്ന ഹൂത്തീസ് ഇസ്രായേൽ നേർക്ക് മിസൈൽ. അപ്പൊ ആ വാർത്ത, അന്ന് വന്ന വാർത്ത ശരിയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം പ്ലാൻ എ എന്ന് പറയുന്നത് സത്യമായിരുന്നു എന്നുള്ള അതിന്റെ അർത്ഥം അതാണ്. കാരണം ഈ അവർ മാറി മാറി അടിക്കുക എന്നുള്ളത്. ഇപ്പോ ഹിസ്ബുള്ളയുടെ ഈ തെക്കൻ ലെബനനില് കരസേന അകത്ത് കടന്നു കഴിഞ്ഞു. അവര് ഇപ്പോൾ അവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തുകയാണ്. കമാൻഡോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അജ്ഞാതരായ കമാൻഡോകൾ എന്നാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ, അത് വടക്കൻ അതിർത്തിയിലും ഈ തെക്കൻ അതിർത്തിയിലും ഈ ലെബനന്റെ അതിർത്തികളൊക്കെ ഈ സ്ഫോടക വസ്തുക്കളും മൈനും ഒക്കെ കുഴിച്ചിടുന്ന ഒരു രീതി, അത് ഭീകര സംഘടനകൾക്കും പട്ടാളക്കാർക്കും ഒക്കെ ഉള്ള ഒരു രീതിയാണ് ഘടകം. അപ്പൊ അത് നീക്കം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ കരസേന തെക്കൻ ലെവലിൽ കയറിയിരിക്കുന്നത്. അവർക്ക് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഈ വണ്ടി ഓടിച്ച് കയറ്റി പോകുന്നവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു പ്രക്രിയ നടക്കുകയാണ്. അതിപ്പം 2-3 ദിവസമായി ഈ കരസേന അതിർത്തി കടന്നിട്ട്. പക്ഷെ അതൊരു ഡിക്ലറേഷൻ വന്നിട്ടില്ല. ഏതാ ഒരു വലിയ രീതിയിലുള്ള കരസേന കടന്നു കയറി എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രവുമല്ല, ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് അറ്റാക്ക്, ഒരു ഓപ്പറേഷൻ, ഗ്രൗണ്ട് ഓപ്പറേഷൻ അവർ തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഉറപ്പുകളൊന്നുമില്ല. പക്ഷെ ഉണ്ടാകും, ചെറിയ രീതിയിൽ ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ച് ഈ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങൾ കുറച്ച് സേഫാക്കി വെച്ചാൽ മാത്രമേ അവരുടെ ഒരു 60,000 പേരുണ്ട് ഈ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്തത്. അവരെ അവിടെ ഈ വടക്കൻ ഇസ്രായേലിലേക്ക് പുനരധിവസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ തെക്കൻ ലെവലിലുള്ള കുറെ പ്രദേശങ്ങൾ ഇവർ ക്യാച്ച് ചെയ്ത് അവിടെ കൈവെക്കണം, വെച്ചാൽ പറ്റും. അത് ആ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്.
ഒപ്പം തന്നെ ഈ കരസേന എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ആയാലും കരസേന ആയാലും ഇവർ പരസ്പരം കരയുദ്ധം ചെയ്ത് പരിശീലനമുള്ളവർ 2006-ലും മറ്റുമൊക്കെ 34 ദിവസം അടിച്ചു നിന്നതായി ഇവര്. ഈ ഇസ്രായേലിൽ ഇപ്പൊ അവിടെ വിന്യസിച്ചിരിക്കുന്ന ബ്രിഗേഡിയേഴ്സ് എല്ലാം തന്നെ അവിടെ സൈനിക യൂണിറ്റ് എല്ലാം തന്നെ ഹിസ്ബുള്ളയായിട്ട് മുൻപ് കരയുദ്ധം നടത്തി പരിശീലനം സിദ്ധിച്ചവരെ തന്നെയാണ് ഇപ്പൊ അവിടെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് അവരാണ് ഇപ്പോൾ കരയുന്നത്. ഇതാണ് ഒരു സൈഡിൽ നടക്കുന്നത്. ഈ സമയത്താണ് ഹൂത്തികളുടെ വലിയ രീതിയിലുള്ള അറ്റാക്ക് വരുന്നത്. ഈ ഹൂത്തികളുടെ അറ്റാക്ക് വരുമ്പോൾ അത് ഹിസ്ബുള്ളയെക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധങ്ങളാണ് ഹൂത്തിക്കുള്ളത്. അതായത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നത് പോലത്തെ തന്നെ ആയുധങ്ങളാണ്. കാരണം സോറി, ഇറാൻ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ള ആയുധങ്ങളാണ്. അത് ഒരു മാറ്റവും ഇല്ല അതിന്. കാരണം ഈ തന്നെയാണല്ലോ ഈ യുവമാർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഹിസ്ബുള്ളയെക്കാളും കുറച്ചുകൂടെ മുന്തിയ ആയുധങ്ങൾ ഈ ഹൂത്തികൾക്കുണ്ട്. അതെങ്ങനെയാ? അതിനൊരു കാരണമുണ്ട്. ഹൂത്തികൾക്ക് അങ്ങനത്തെ ആയുധം ഇറാൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഹൂത്തികളുടെ പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ചെങ്കടൽ വഴിയും സൂയിസ് കനാൽ വഴിയും ഒക്കെ പോകുന്ന കപ്പലുകളെ പിടിച്ചു കെട്ടുക, കപ്പലുകളെ തകർക്കുക, കപ്പലുകളെ പിടിച്ചു വെച്ച് വില പേശുക, പൈസ ഉണ്ടാക്കുക, കച്ചവടമാണ്. 2023-24 കാലഘട്ടത്തില് ഈ ഇതുവഴി കടന്നുപോയ കപ്പലുകള് 25,000 പരം കപ്പലുകളാണ്, വാണിജ്യ കപ്പലുകളാണ് കടന്നു പോയതെങ്കിൽ 2024 ആയപ്പോഴേക്ക് 20,000-5,000 കപ്പലുകൾ റൂട്ട് മാറി ഇപ്പൊ സഞ്ചരിക്കുന്നത്. കാരണം ഈ ഹൂത്തികൾ വരുന്നു, കപ്പലുകൾ പിടിച്ചെടുക്കുന്നു, പിന്നെ ബാർഗൈനിങ് ആണ്. കാരണം പല രാജ്യത്തിന്റെ വാണിജ്യ കപ്പലുകളുണ്ട്, വില പേശുന്നു, വലിയ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ ഈ കപ്പലിലുള്ള സാധനങ്ങൾ കൊള്ളയടിച്ച് മറിച്ചു വിൽക്കുന്നു, ഇതുണ്ട്. അപ്പൊ അവർക്ക് കപ്പൽ വേദ മിസൈൽ അടക്കമാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. കാരണം അവർ ഫണ്ട് കളക്ടറോടാണ്. ഹിസ്ബുള്ള പോലെയല്ല. ഹിസ്ബുള്ളക്ക് ഇസ്രായേലിനെ മാത്രം അറ്റാക്ക് ചെയ്താൽ മറ്റവർക്ക് അത് പോരാ, മറ്റവർക്ക് ബിസിനസ്സും കൂടെ ഉണ്ട്. അതായത് ഇത് കൂടെ ചെയ്യണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിസ്ബുള്ളയ്ക്കുള്ള എണ്ണ സപ്ലൈ ചെയ്യുന്ന ഈ സിറിയയിലെ ഹൂത്തി കേന്ദ്രങ്ങൾ വഴിയാണ്. അവിടെയാണ് ഈ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ തുറമുഖങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അതായത് ഇറാൻ നേരിട്ടല്ല ഹിസ്ബുള്ളയ്ക്ക് ലെബനനിൽ കൊണ്ട് ഈ സാധനങ്ങളും മറ്റും എത്തിക്കുന്നത്. പകരം നേരെ യമനിൽ എത്തുക, ഇല്ലെങ്കിൽ ഈ സിറിയ വഴി എത്തിക്കുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. യമൻ അല്ല, അവർ കൂടുതലും സിറിയയാണ്. സിറിയയിലെ ഈ ബോംബുകളും മറ്റും നിർമ്മിക്കാനുള്ള ഫാക്ടറികളിലൊക്കെ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ബോംബിട്ടത്. അവിടെ വെച്ചിട്ട് ഇറാനിയൻ സൈനികർ 12 പേരോ 19 പേരോ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ നേരിട്ട് തന്നെ ഇപ്പൊ ഇറാൻ എല്ലായിടത്തും ഉണ്ടായെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം നസറുള്ള കൊല്ലപ്പെട്ടതിനോടൊപ്പം തന്നെ ഈ റവല്യൂഷണറി ഗാർഡിന്റെ ഒരു കോർപ്സ് കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. അത് ഇറാന്റെ കമാൻഡറാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ഇവരെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഹൂത്തി വിമതർക്ക് ഇത്രയും കൂടുതൽ മിസൈലുകൾ എടുക്കാൻ കാരണം ഒന്ന്, ഈ യമനും ഇസ്രായേലും തമ്മിൽ അല്പം ദൂരെ കൂടുതലാണ് ഇവരുടെ അറ്റാക്ക് ചെയ്യാൻ. ഇന്നലെ തന്നെ അവര് ഈ ഇസ്രായേൽ പറയുന്ന 1800 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ടാണ് അവരുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഫൈറ്റർ ജെറ്റ് വന്ന് അടിച്ചിട്ട് പോയത്. അവിടെ ഈ ഹൂത്തികൾക്ക് ഇത്രയും മിസൈലുകൾ കൊടുക്കാൻ കാരണം അവർക്ക് ഇതും കൂടെ ഉണ്ട്, ബിസിനസ്സും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ രീതി. ഈ സിറിയയിലുള്ള ഈ ഹിസ്ബുള്ളയ്ക്ക് എത്തിക്കുന്നതും ഈ വഴി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വഴി അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് അമേരിക്ക നേരത്തെ തന്നെ മുൻകൂട്ടി അമേരിക്കയുടെ ഈ വാർഷിപ്പുകളൊക്കെ നേരത്തെ തന്നെ ചെങ്കടലിലുണ്ട്. കാരണം അവരുടെ ഈ വാണിജ്യ കപ്പലുകൾ ഇവന്മാര് പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന മൂലം അവിടെ മുമ്പേ ഉണ്ട്. അത് മാത്രമല്ല, സിറിയയിലും യമനിലും അടക്കം ഈ എന്താ പറയുന്നത്, കുർദിഷുകൾ യമനിൽ. അതായത് എല്ലാവരും ഡിപ്ലോമാറ്റിക് ഫോഴ്സ് ഉണ്ട്. അതായത് യമനിൽ എന്ന് പറഞ്ഞാൽ യമനിലും സിറിയയിലും നമ്മൾ പെട്ടെന്ന് കരുതുമ്പോൾ വിചാരിക്കും എല്ലാവരും ഇസ്രായേൽ വിരോധികളാണെന്ന് കരുതും. ഇസ്രായേൽ വിരോധികളല്ല അവരും, ബഹുഭൂരിപക്ഷം പേരും. ഹിസ്ബുള്ള ഭരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്ന രാജ്യങ്ങളിലൊന്നും സിറിയയാണ്. അവിടുത്തെ ഈ വിമതന്മാര്, അതായത് ഹിസ്ബുള്ളയെ എതിർക്കുന്നത്, കാരണം ഹിസ്ബുള്ള അവരുടെ ഒരു ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് അവിടുത്തെ വലിയ പ്രദേശം കൈക്കലാക്കിയ ഒരു ഭീകര സംഘടനയായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയാണ് ഈ നസറുള്ള ഭരിച്ചപ്പാട് വലിയ ആഘോഷങ്ങളൊക്കെ നാം സിറിയയിൽ കണ്ടത്. സ്ത്രീകൾ ഉൾപ്പെടെ വേറൊരു കാര്യം, ഇറാനിലെ സ്ത്രീകൾ ഹിസ്ബുള്ളയുടെ നസറുള്ള മരിച്ചപ്പോ വലിയ രീതിയിലുള്ള ആഘോഷം നടത്തി. പോരാത്ത കാനഡയിൽ ഇറാനിയൻ പൗരന്മാര് കേക്ക് മുറിച്ച് ആഘോഷം നടത്തി കാനഡ തെരുവില് ഈ ഹിസ്ബുള്ളയുടെ നസറുള്ള മരിച്ചപ്പോ. കാരണം അവരെല്ലാം ഒരു പുരോഗമനവും ഡെവലപ്മെന്റും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് അതിനകത്ത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ യമനിലെ ഈ കുർദിഷിന്റെ ആ ഫോഴ്സിനെ സഹായിക്കാനായിട്ട് ഇവര് പറയുന്ന 1000 അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വെളിപ്പെടുത്തൽ. 1000 ഒന്നും ആയിരിക്കില്ല, അതിന് മേലുണ്ടാകും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ഹൂത്തി വിമതരെ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. സിറിയയിൽ അവർക്ക് അടിക്കാൻ എളുപ്പം, കാരണം കടലിൽ അവരുടെ വലിയ വാർഷിപ്പുകൾ നടക്കുന്നു. ഒപ്പം തന്നെ ഈ സിറിയയിലും യമനിലും അവർക്ക് സൈനിക യൂണിറ്റുകളും പോസ്റ്റുകളും ഉണ്ട്. അപ്പൊ അവർക്ക് കരയിൽ നിന്ന് തന്നെ ഇവരെ അടിച്ചാൽ മതി. അപ്പൊ ഈ രണ്ടിടത്തും ഹിസ്ബുള്ളയുടെ പതനം അവിടുത്തെ ഭീകരരെ വലിയ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ അഭിമുഖീകരിക്കുന്ന വലിയ വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിസ്ബുള്ള തകർന്നു പോകുന്നതിലല്ല അവരുടെ പ്രശ്നം. ഹിസ്ബുള്ളയ്ക്ക് വലിയ രീതിയിൽ ഒരു ക്ഷതം പറ്റിയാൽ അതിന്റെ അലയൊലികൾ യമനിലും സിറിയയിലും ഉണ്ടാകും.
കാരണം ഈ ഉം. ലെബനിൽ ഹിസ്ബുള്ള വലിയൊരു ഏരിയ ആണ് ക്യാച്ച് ചെയ്ത് പിടിച്ചിരിക്കുന്നതെങ്കിൽ യമനിലും ഈ സിറിയയിലും അത്ര ഏരിയ പിടിച്ചിട്ടില്ല. അവിടെ അടിച്ചു തീർക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നിഷ്പ്രയാസം തീർക്കും. അങ്ങനെയെങ്കിൽ ഇറാന് പിന്നെ ഈ മേഖലയിൽ ഒന്നും തന്നെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കാര്യവും കാണാം. ഇത് ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അത് ഹിസ്ബുള്ള അതെ. നിരന്തരം ഇസ്രായേൽ അടിച്ച് ഒതുക്കുന്നു. ഹിസ്ബുള്ള പോയി കഴിഞ്ഞാൽ ആ മേഖലയിൽ പിന്നെ ഹൂത്തികൾക്കോ ഇല്ലെങ്കിൽ സിറിയയിൽ കിടക്കുന്ന ഈ പറയുന്ന ഐസിസ്. ഹിസ്ബുള്ളയൊക്കെ ISIS അല്ല, അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇതിനകത്ത് അങ്ങനെ ചില ഉം. പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ISIS പോലെയുള്ള സംഘടനകൾ ഈ സിറിയയിൽ വീണ്ടും പിടിമുറുക്കും. 2014 ഇവരെ അടിച്ചോടിച്ചതാണ് മറ്റേ ഈ അമേരിക്കൻ സേനകൾ. അങ്ങനെയാണ് ഈ അമേരിക്കൻ സേന അവിടെ എത്തുന്നത്, ഈ സിറിയയിലും ഒക്കെ എത്തുന്നത്. അപ്പൊ ISISന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഹിസ്ബുള്ളെ ഹെൽപ്പ് ചെയ്യാന്നൊന്നുമല്ല, അവർക്ക് അവരുടേതായ ഒരു യൂണിറ്റ് ഉണ്ടാകുക. കാരണം അത് സുന്നിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സംഘടനയാണ്. അവന്മാര് മറ്റേത് പക്കാ ഷിയയ്ക്ക് ഭീകരവാദമാണ്. പ്രാധാന്യമുണ്ട്, മതരാഷ്ട്രം ലോകം ഭീകരവാദം. മുഴുവൻ ഇസ്ലാമിക രാജ്യത്തിന്റെ കീഴിലാക്കണം എന്നുള്ളതാണ്. അതെ. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് നോക്കി അവര് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വരുന്നത് ഈ ഹിസ്ബുള്ളയുടെ വലിയ തകർച്ച ഇറാനെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളയും. കാരണം ഈ ഹൂത്തികൾക്കും പിന്നെ ഈ സിറിയയിലുള്ളത് പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം കാരണം അവിടുത്തെ ജനം തന്നെ കയറി അടിച്ചോളും. കാരണം ഇവിടെ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ അവർ തമ്മിൽ വലിയ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവരെ തകർക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ജനങ്ങളും ഈ സിറിയയിലും യമനിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യമൻ എന്ന് പറയുന്ന രാജ്യവും ലെബനൻ എന്ന് പറയുന്ന ലെബനൻ പോട്ടെ, യമൻ എന്ന് പറയുന്ന രാജ്യവും സിറിയയൊക്കെ ഇസ്രയേലിനെതിരെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല അതിന്റെ യാഥാർത്ഥ്യം. ഉം. അവിടുത്തെ കുറെ അധികം പ്രദേശങ്ങൾ മാത്രമാണ് ഇവർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇവർ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത് പലസ്തീനിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ ഹമാസിന്റെ ആരോഗ്യമന്ത്രിയുണ്ട് ഉം. ലെബനൻ ആരോഗ്യമന്ത്രി മരണം ഡിക്ലെയർ ചെയ്യും. ഒപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ആരോഗ്യമന്ത്രിയുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോ ഹൂത്തിയുടെ ആരോഗ്യ മന്ത്രാലയം, അതായത് ഇവർ ഇരിക്കുന്ന പ്രദേശത്ത് ഇവരൊരു മന്ത്രിസഭ ഉണ്ടാക്കാറുണ്ട്, ഇവരുടെ ഒരു ഏരിയ. ഉം. അങ്ങനെ അവരാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 4 ഹൂത്തികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. ഉം. ഇതാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അതായത് ഒരു സമ്പൂർണ്ണ അടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇപ്പൊ അവരുടെ മെയിൻ പ്രശ്നം ഈ 60,000 പേര് ഇന്നും ഇന്നലെ വന്നവരല്ല, പതിറ്റാണ്ടുകളായിട്ട് അവരുടെ ദുരിതം അനുഭവിക്കുന്നവർ. അപ്പൊ അവരെ കൊണ്ട് നമ്മുടെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. പുനരധിവസിപ്പിച്ചാൽ ഉം. മാത്രം പോരാ, അവർക്ക് ഒരു സെക്യൂരിറ്റി നൽകുകയും വേണം. സെക്യൂരിറ്റി നൽകണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കുറച്ച് ഏരിയ ഇവരുടെ അതായത് സേഫ് ആക്കണം ഇവരെ. ഒന്നും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിടവ് നോക്കിയിട്ട്, അതായത് നമ്മൾ പറയത്തില്ലേ ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് അമേരിക്ക ഹൂത്തികളെ തിരിച്ചടിക്കാൻ ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഇസ്രയേലിനെ ഉം. മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രയേലിനെ കൊണ്ട് മുൻനിരയിൽ ഇസ്രയേൽ അറ്റാക്ക് ചെയ്യും. സ്വാഭാവികമായിട്ട് ഹൂത്തികൾക്ക് തിരിച്ചടി ഇസ്രയേൽ കൊടുക്കുന്നത്. ആ ഗ്യാപ്പിൽ കൂടെ അമേരിക്കയും അവരുടെ സഖ്യ കക്ഷികളും കൂടെ ഹൂത്തികളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. അമേരിക്ക ഉം. കുറച്ചു നാൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഹൂത്തികളെ ഇല്ലാതാക്കണമെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടി ശ്രമിക്കണം. ഈ ഹൂത്തികളെ അടിക്കുന്നതിനകത്ത് ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളെല്ലാം അനുകൂലമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ അവരുടെ കപ്പലുകളും വാണിജ്യ കപ്പലുകളും, കാരണം വലിയ നഷ്ടമാണ്. അതായത് ലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമാണ് ഈ കടൽ വഴി ഇപ്പം ഈ ഇന്ത്യയുടെ ട്രേഡിങ്സ് കപ്പലിൽ കുറഞ്ഞത് കൊണ്ട്. അവന്മാര് വല്ലതും പിടിച്ചെടുത്തിട്ടുണ്ടോ? ഇന്ത്യയുടെ കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ അത് അപ്പൊ തന്നെ വിടുകയും ചെയ്തിരുന്നു. ഉം. ഇന്ത്യയുടെ വേറൊരു നയതന്ത്രമായതുകൊണ്ടാണ് അത് അന്ന് വിടുകയും ചെയ്തത്. അത് ഈ ഇറാന്റെ ഒരു നിർദ്ദേശത്തിൽ കൂടെ ആണല്ലോ ഈ സാധനം പോകുന്നത്. ഇതിനകത്ത് ഓ. വലിയ രസകരമായ ഒരു കാര്യമുണ്ട് ധനുഷ്. അതിനകത്ത് ഈ ഭീകര സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ കരുതി ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് ഒരു സംഘടന. അല്ല, ഈ ഹൂത്തികൾ തന്നെ ഹൂത്തീസ് ഉണ്ട്, ഹൂത്തി വിമതന്മാരും ഉണ്ട്, ഓ, അത് ശരി. രണ്ടു കൂട്ടരുണ്ട്. IS തന്നെ എത്ര വിഭാഗമുണ്ട്. IS ഖൊറേസൻ ഉണ്ട്, IS പാകിസ്ഥാൻ ഉണ്ട്, IS താലിബാൻ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. ഓരോ സിറിയയിലുള്ള ISന്റെ ഒരു നയവും കാര്യങ്ങളും അല്ല ഇറാഖിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ ഇങ്ങനെ പല വിങ്ങുകളുണ്ട്. അപ്പൊ പിന്നെ ഹിസ്ബുള്ളയ്ക്കൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ അങ്ങനെ കേൾക്കാത്തത്. ബാക്കിയുള്ളവരൊക്കെ പല വിങ്ങുകളുണ്ട്. അപ്പം ഇന്ത്യൻ ഈ നമ്മുടെ രാജ്യത്തിന്റെ കപ്പലുകളല്ല ഇവർ തടയുന്നത്. അത് ഈ നമ്മുടെ രാജ്യത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ ഷിപ്പുകളാണ് ഇവർ ഈ തടയുന്നത്. ചിലത് മുക്കിക്കളയാറുണ്ട്. അങ്ങനെ വലിയ ദ്രോഹങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ എല്ലാ രാജ്യങ്ങളിലും സൈന്യം അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്ക ഉം. പറഞ്ഞത് എല്ലാരും കൂടെ വിചാരിച്ച് ഇവന്മാരെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഉം. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവിടെ നിന്നുകൊണ്ട്, പക്ഷെ ഇതിനകത്ത് ഇതുകൊണ്ട് ലാഭം ഉണ്ടായ ഒരു രാജ്യം ഇന്ത്യയാണ്. അല്ല, അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു കാരണം കാര്യം കൂടെ പറഞ്ഞ് ഈ നമുക്ക് അതിലോട്ട് വരാം. പറ ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ഈ യമന്റെ ഹൂതികൾക്ക്. യവന്മാരെ നമ്മൾ കയറി അടിച്ചങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ യവന്മാർക്ക് വേണ്ടി വാദിക്കാൻ ആരാ വരാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ അല്ല, അങ്ങനെ കയറി അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാന്ന് വെച്ചാൽ എല്ലാവരും എന്തുകൊണ്ടാണ് കയറി അടിക്കാതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കൂട്ടം കൂടി ഒരിടത്ത് ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. എല്ലാം ഈ ഉം. ജനവാസ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ചെറിയ യൂണിറ്റുമായിട്ട് ഇരിക്കുന്നത്. ഇവനെയൊക്കെ തെരഞ്ഞുപിടിച്ച് അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം അവർ എവിടെന്നെങ്കിലും ഒരു വീടിന്റെ മേൽക്കൂരെന്നായിരിക്കും ഈ റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് വിട്ടുകളയുന്നത്. നേരെ മറിച്ച് ഈ ഉം. റോക്കറ്റ് പോയ സ്ഥലം നോക്കിയിട്ട് അത് തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിരപരാധികളായ ഒരുപാട് പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടാകും. സ്വാഭാവികമാണ്. ഇതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ മടിക്കുന്നത്.
അതൊരു യുദ്ധമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ട്. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ അതിന് കുറെ നിയമങ്ങളും കുറെ ധർമ്മങ്ങളും ഒക്കെ ഉണ്ട്. രണ്ട് സൈന്യം, ഇത് സൈന്യമല്ലല്ലോ. മൂന്നോ നാലോ പേര് ചേർന്ന് ഏതെങ്കിലും പെരയുടെ മച്ചിന്റെ മുകളിൽ നിന്നായിരിക്കും ഈ വിടുന്ന റോക്കറ്റ് വിടുന്നത്. അപ്പോ ഈ റഡാറിൽ ഇതിന്റെ കറക്റ്റ് സ്പോട്ട് കണ്ടെത്തി അടിക്കുമ്പോൾ ആ വീട്ടുകാരും ആ വീടിന്റെ പരിസരത്തുള്ളവരും കംപ്ലീറ്റ് വെന്ത് ചാമ്പലായി പോവുകയാണ്. അപ്പം ഈ വീട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ നിരപരാധിയായിരിക്കും. നമ്മുടെ കാശ്മീരിലൊക്കെ ഭീകരവാദികളെ എങ്ങനെയാണ് അവിടുത്തെ ലോക്കൽസ് സഹായിക്കുന്നത്? അവരിഷ്ടം കൊണ്ട് സഹായിക്കുന്നതല്ല. പലപ്പോഴും ഇവർ ഈ തോക്കുമായി വീട്ടിൽ കയറിയിട്ട് വീട്ടിലെ പെൺകുട്ടികളെയും അവിടുത്തെ ആൾക്കാരെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ലെബനനിലും സിറിയയിലൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ഗതികെട്ടിട്ട് ഈ ഇത്തരം ഫ്ളാറ്റുകൾ, ജനങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റുകൾ ആക്രമിക്കേണ്ടി വരുന്നത്? ഗതികേട് കൊണ്ട് ആക്രമിക്കുന്നതാണ് അവര്. അങ്ങനെ യമനായാലും സിറിയയിലും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ പോയിന്റിലേക്ക്, ഇനി അതുകൊണ്ട് ഗുണമുണ്ടാവുന്ന ഇന്ത്യക്കാണെന്ന് പറഞ്ഞില്ലേ, ഈ ചെങ്കടലിൽ ഈ ഹൂതികളുടെ ഈ യൗമാജിതമുള്ളത്, അതെങ്ങനെയാണ് ഇന്ത്യക്ക് ഗുണകരമായിട്ട് വരുന്നത്? ഈ ഇന്ത്യൻ നാവികസേനയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇതിലെ പല ഷിപ്പുകളും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇതിന്റെ ഒരു വലിയൊരു കച്ചവടമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഇതുവഴി ധനുഷിന്റെ വീടിന്റെ അതുവഴി എനിക്ക് പോകണം. അവിടെ ഒരു സംരക്ഷണം ധനുഷ് ഒരുക്കി കഴിയുമ്പോൾ ധനുഷിനെ ഒരു പ്രൊട്ടക്ടർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിന്റെ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതിനകത്തൊരു മേധാവിത്വം കിട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമുദ്രാതിർത്തി നമ്മളൊരു മേജർ പവറായിട്ട് വരുന്നത്. കാരണം നമ്മൾ തന്നെ ഈ അടുത്ത കാലത്ത് ഒരുപാട് കപ്പലുകൾ ഈ ഹൂത്തികളുടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ സൈന്യം രക്ഷിക്കുന്നുണ്ട്, നമ്മുടെ നയതന്ത്രത്തിൽ കൂടെ രക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഷിപ്പുകൾക്കൊന്നും ഇതുവരെ കുഴപ്പം വന്നിട്ടുമില്ല. ഇവിടെ മുമ്പെന്ന് പറഞ്ഞാൽ അമേരിക്കയായിരുന്നു നമ്മുടെ ഒരു പോലീസായിട്ട് നിന്ന് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവന്മാരും നമ്പിക്കൊണ്ട് കപ്പലിറക്കാറില്ല. ഇപ്പം അത്യാവശ്യം ചില പെട്ടുപോകുന്ന കപ്പലുകളെ ഇന്ത്യ രക്ഷിക്കാറുണ്ട്. അത് ഇന്ത്യക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് നയതന്ത്ര നീക്കങ്ങളും ഉണ്ട്, അല്ലാത്തതുമുണ്ട്. രണ്ട് രീതിയിൽ നമ്മൾ അത് ചെയ്യാറുണ്ട്. പിന്നെ ഈ കപ്പലുകൾ ചുറ്റിത്തിരിഞ്ഞ് വരുന്നത് ഒരു വിഷയമാണ്. പിന്നെ രണ്ടാമത്തേത്, ഇതിനിടയില് ഈ ഹൂത്തികള് ഈ ആക്രമണം തുടരുകയാണെങ്കിൽ നമുക്ക് വേറെ ട്രേഡിംഗ് റൂട്ട് ഒരുപാടുണ്ട്. നമുക്ക് ആ റൂട്ടുകൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. അവർ ചുറ്റിത്തിരിഞ്ഞ് വരുന്നതിന് പകരം നമുക്ക് ഈ പറയുന്ന ഇറാൻ വഴിയുള്ള ഇതാണ് നമ്മൾ ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇപ്പൊ ഹൂത്തി വിമതരെ കുറിച്ചും അല്ലെങ്കിൽ ഹൂത്തികളുടെ അറ്റാക്കിനെ കുറിച്ചും ഒക്കെ വിവിധ രാജ്യങ്ങൾ സംസാരിക്കും. എന്നെങ്കിലും ഇന്ത്യ അതിനെതിരെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പകരം നമ്മുടെ ഷിപ്പൊക്കെ തടയുകയും പിടിച്ചോണ്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. കാരണം നമുക്കത് സംസാരിച്ചിട്ട് വലിയ ലാഭം നമുക്കില്ല. നമുക്ക് ട്രേഡിങ്സ് വേറെ വഴി നടക്കുന്നുണ്ട്, കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിവിടെ അമേരിക്കയുടെ ഒരു അപ്രമാദിത്വമാണ് അവിടെ തകർന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ നേവിയുടെയും ഒക്കെ ഒരു സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് മറ്റു രാജ്യങ്ങൾ എത്തിപ്പെടുമ്പോൾ അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പവറാണ് അവിടെ തെളിയിക്കുന്നത്. കാരണം മുമ്പ് അമേരിക്ക മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇന്ത്യ കൂടെ കടന്ന് ചെല്ലുന്നത്. അപ്പം അതിൻ്റെതായ ഒരു കാര്യങ്ങളും മറ്റുള്ള നീക്കങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ കിടക്കുന്നത്. അപ്പൊ ഹൂത്തിയുടെ പ്രശ്നമായാലും സിറിയയുടെ പ്രശ്നമായാലും അതാണ് ഞാൻ പറഞ്ഞത്. ഈ പശ്ചിമേഷ്യ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കും. വലിയ രീതിയിൽ വലിയ ഒരു ദുരന്തം. ഒരുപാട് പേര് അതിൽ കൊല്ലപ്പെടും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക്. കാരണം സിറിയ തന്നെ ഒരുപാട് പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ ജനങ്ങൾ എന്തോരം കൊല്ലപ്പെടാൻ. ഇപ്പൊ തന്നെ ചേട്ടാ മരണനിരക്ക് നമ്മൾ ഓരോ ദിവസം ഇത്ര പേര് കൊല്ലപ്പെടുന്നു നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയുമ്പോഴും അതെല്ലാം കൂടെ കൂട്ടി വെച്ച് ചേട്ടനൊന്ന് നോക്കി നോക്കൂ. വലിയൊരു ജനസംഖ്യ ആയി കഴിഞ്ഞു, മരിച്ച് വെണ്ണീറായി കഴിഞ്ഞു, ഇത്ര ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനകത്ത് വളരെ ദുഃഖകരമായ ഒരു കാര്യം, യുദ്ധം എവിടെയായാലും അത് ശരിയായ ഒരു കാര്യമല്ല. പക്ഷെ അതിനകത്ത് ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് നേരത്തെ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് യമനിലും സിറിയയിലും കയറി അടിച്ച് നിരപ്പാക്കാതെന്ന് ചോദിക്കുന്നതിന്റെ പ്രധാന പ്രശ്നം ഇതാണ്. കാരണം ഈ ടീമുകളുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് സാധാരണപ്പെട്ടവർ. കാരണം ഇവർ ഈ മനുഷ്യ കവചം എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇവർ എല്ലായിടും അറ്റാക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ പിള്ളേരെ മുൻനിർത്തിക്കൊണ്ട് സ്കൂളിനകത്തായിരിക്കും ഈ ബോംബിന്റെ ഗോഡൌൺ വെക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യാതെ, ഇവരെ അറ്റാക്ക് ചെയ്യാതെ നമ്മുടെ അജിത് ഡോവലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ ചേട്ടൻ അറിയാം. ഒരു കലാപം നടക്കുകയാണെങ്കിൽ ആ കലാപത്തിന്റെ നേരെ നമ്മൾ 10,000 പോലീസുകാരെയും ജലപീരങ്കിയും മറ്റതും മറിച്ചതും അയച്ച് ആ കലാപത്തിന് നേരെ വെടിയുതിർത്ത് ആ കലാപം നാശകോശമാക്കി, അത് കൂടുതൽ ആ നാശകോശം നമ്മൾ ആ ഒരു കലാപത്തിന് നേരെ വെടിയുതിർക്കും തോറും ആ കലാപം വേറെ ഭാഗത്തേക്ക് പടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് വലുതായിക്കൊണ്ടേയിരിക്കും. അതൊന്നും ചെയ്യാതെ അജിത് ഡോവൽ നേരെ പോയിട്ട് സ്വിച്ച് ഇട്ട പോലെ ഇത് ഓഫ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാല് ആ കലാപത്തിന്റെ ഫണ്ടിങ്, അല്ലെങ്കിൽ ആ കലാപത്തിന്റെ തലവൻ, അല്ലെങ്കിൽ ആ കലാപത്തിന്റെ മൂല കേന്ദ്രം ഏതാണെന്ന് നോക്കി അത് തകർത്ത് കഴിയുമ്പോൾ ഇവരെല്ലാം ഓഫായി പോകുന്നു. അതുപോലെ ഇവരെ നമുക്ക് നിർവീര്യമാക്കാനായിട്ട് പറ്റത്തില്ലേ? ഈ ഹൂതി വിമതരായിരുന്നാലും ഈ ഐസിസ് ആയിരുന്നാലും അങ്ങനെ
ആ, അതാണ് പ്രശ്നം അതിനകത്ത്. ഇത് ചെയ്യുന്നത് ഏതെങ്കിലും ഉം, സംഘടനയോ കാര്യങ്ങളോ അല്ല. അതാണ് കഴിഞ്ഞ ഉം, ദിവസങ്ങളിലെല്ലാം ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിലും പറഞ്ഞത് എന്താണ്? ഇറാനാണ് ഇതിന്റെ ഉം, പിന്നിൽ, ഇറാനാണ് ഇറാൻ. ഒരു രാജ്യം നേരിട്ടാണ്, അതായത് നമ്മളിപ്പോ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള കലാപം പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭീകരപ്രവർത്തനം പോലെ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഇതെന്ന് പറഞ്ഞാൽ യമനിലും സിറിയയിലും ലെബനനിലും ഫുള്ളായിട്ടും ആധിപത്യമുള്ള ഒരു ഭരണ സംവിധാനം, ഒരു സമാന്തര ഭരണം തന്നെ, ഒരു ഭരണകൂടം എന്ന് തന്നെ നമുക്ക് പറയാം. അവരെ തന്നെ വിശ്വസിക്കുന്ന ഭരണകൂടം എന്നാണ്. ഇല്ലെങ്കിൽ അതെ. അവരുടെ അനുഭാവികളും ആരാധകരും പറയുന്ന ഭരണകൂടം എന്നാ പറയുന്നത്. യമൻ ഭരണകൂടം, ഉം, സിറിയൻ ഭരണകൂടം എന്നൊക്കെ. ഭരണകൂടം അല്ലത്. അതാണ് ഇതിന് ഈ ഇറാൻ ഫുൾ ഒരു രാജ്യം എന്ന നിലയിലാണ് ഇവർ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്രമിക്കണമെങ്കിൽ ആരെ ആക്രമിക്കണം? ഇറാനെ ആക്രമിക്കണം. അതാ ആയിരിക്കണം. ഉം, പിന്നെ അങ്ങനെ ഒരു സാധ്യത നിലവിൽ ഇല്ല. അതൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ആവും. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിലടക്കം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഇറാന്റെ എല്ലായിടവും കയറി ഞങ്ങൾക്ക് അടിക്കാൻ കഴിയുമെന്ന് പറയാൻ. അദ്ദേഹം പറയുന്നതിന്റെ കാര്യത്തിൽ ഈ ഇറാന്റെ പിന്തുണ, ധനുഷ് പറഞ്ഞത് വളരെ ശരിയാ. സ്വിച്ച് കണക്ക് നിൽക്കും. ഇറാൻ ഒന്ന് മനസ്സ് വിചാരിച്ചിട്ട് അപ്പം നിർത്തിയാൽ നിൽക്കും. പക്ഷെ അത് ഉം. നിർത്താൻ ഇറാനും പറ്റുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. അങ്ങനെ നിർത്തിയ പക്ഷെ ഇറാൻ അതൊക്കെ അതുകൊണ്ട് വെച്ച് തീർന്നു. നോക്കുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പോയിട്ട് കൂട്ടിയിരിക്കണം അല്ലേ. അതായത് പുള്ളിക്കാരന് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും നയതന്ത്രത്തിലൂടെ പുള്ളിക്കാരൻ അത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ഡീൽ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരു വലിയ രാജ്യം തന്നെ നിൽക്കും, പക്ഷെ ഒരു വലിയ രാജ്യം തന്നെ നിന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരൻ വേറെ രാജ്യങ്ങളെ കൊണ്ട് പ്രഷറൈസ് ചെയ്യിച്ച്, ആ, ഇപ്പൊ ചൈനയുടെ കേസൊക്കെ നോക്കി. അതാണ് ശരി, ഇപ്പൊ കറക്റ്റാ. ചൈനയുടെ ഇപ്പൊ ചൈനയുടെ കേസൊക്കെ നോക്കിയേ. ഇപ്പൊ ചൈന എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ ദിവസം വന്ന വലിയ വാർത്ത നമ്മളത് വിട്ടുപോയി, നമ്മളത് എടുത്തില്ല. ചൈന അതിർത്തിയിൽ നിന്ന് അമ്പേ പിന്മാറി കഴിഞ്ഞു. ഇനി ചൈന പിന്മാറേണ്ടത് നമ്മൾ അതിർത്തി നിർണ്ണയിക്കാത്ത പ്രദേശങ്ങളിൽ നിന്നാണ് പിന്മാറാത്തതുള്ളത് ചൈന ഇനി. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നിട്ട് യു എനിൽ പോയി പാക് അധീന കശ്മീരിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, റഷ്യയിൽ മോദി പോയപ്പോ ചൈനയുടെ കൂടെ ഒതുക്കാനായിരിക്കും പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ പുള്ളി അത് നമ്മളന്ന് ഡീൽ പിഒക്കെ ചെയ്യുന്ന, പറയുകയും ചെയ്തു. അതെ അതെ, നമ്മളന്ന് ആ ഒരു പിഒക്കെ രീതിയിൽ പറയുകയും ചെയ്തു, പുള്ളി അത് പിഒക്കെകള്. ഫ്രെയിം ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടല്ലോ, സമയമെടുക്കും, ഉറപ്പായിട്ട് സമയമെടുക്കും. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പുള്ളി മൂന്നാമത്തെ ടേം ആയപ്പോഴാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത് സെറ്റ് ചെയ്ത് പുള്ളി ഒരു ഫ്രെയിം ആക്കി ഇപ്പൊ പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇവർക്ക് എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്തതെന്നാണ് എന്റെ ഒരു ചോദ്യം. അല്ല, അത് ചിലപ്പോ ഇത് നമ്മുടെ പറയുമ്പോഴേ, ഭരണാധികാരിയുടെ കഴിവായിരിക്കാം. അല്ല, അത് പറയുമ്പോഴത്തേന് നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്നറിയാം? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അതാണ്. ഗെയിമുകൾ ഒന്ന് ചെസ് കളിയാണ്. അത് അദ്ദേഹം ശരി. അത് ചെസ് കളിയുടെ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്താൽ വന്നപ്പോൾ പുള്ളിയാണ് അതിന് മൂവ്മെന്റ് പറഞ്ഞത്. എനിക്ക് പലപ്പോഴും ഉം, തോന്നിയിട്ടുള്ളത്, കറക്റ്റ് ഒരു ചെസ് കളിക്കാരന്റെ അതേ രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. അമേരിക്കയിൽ ഉം, പോകുന്നു, അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് ബാലൻസിങ് ആയിട്ട് ചൈനയായിട്ടുള്ള പ്രശ്നം തീർക്കുന്നു. അതായത് അമേരിക്ക സന്തോഷിച്ചിരിക്കും, ഇന്ത്യ ഇപ്പൊ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, ചൈനയെ അടിക്കാൻ ഒരു വഴിയായാലും. അപ്പൊ അടുത്ത ദിവസം കേൾക്കുന്ന വാർത്ത ചൈനയായിട്ട് പ്രശ്നങ്ങളല്ല ഇന്ത്യയുടെ തീർന്നു. അതായത് അതെ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കി നമ്മൾ നമ്മുടേതായ വഴികൾ, അത് കൃത്യമായ ഒരു ചെസ്സിന്റെ കരുനീക്കം പോലെയാണ് നമുക്കത് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതായത് പടിഞ്ഞാറിനെയും കിഴക്കിനെയും വടക്കിനെയും തെക്കിനെയും ഒക്കെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതായത് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച് ഇറാനും റഷ്യയുമായിട്ടും നമ്മൾ നല്ല ടൈപ്പിലേക്ക് വന്ന് അവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മുടെ ഭാഗം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പക്ഷെ ധനുഷ് ഉം. പറഞ്ഞത് ശരിയായിരിക്കാം. ഇതിപ്പോ ഇറാനാണ് അല്ലെങ്കിൽ വേറെ ഏത് രാജ്യമായിരുന്നു ഇതിന്റെ പിന്നിലെങ്കിലും മോദി ആയിരുന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. നയതന്ത്ര ബന്ധത്തിലൂടെ കെട്ടേണ്ടവരെ കെട്ടിയേനെ, ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും മാർഗത്തിൽ ചെയ്യേണ്ടത് ചെയ്തേനെ. പക്ഷെ അത് അതെ അതെ. അതാണ്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇസ്രയേലിന് അങ്ങനെ ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. ഉം. അതാണ് അതിനകത്തൊരു ഇത്. നയതന്ത്ര ബന്ധത്തിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്ക വഴിയോ UK വഴിയോ ഒക്കെ ഖത്തറിനെയോ സൗദിയൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർക്ക് ആ നീക്കം നടത്താം. പക്ഷെ ഇസ്രയേലിന് ആ നീക്കമില്ല. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വായിച്ച BBC-യിലാണെന്ന് തോന്നുന്നു, അതിന്റെ അവരുടെ റിപ്പോർട്ടിനകത്ത് അവർ പറയുന്നത്, ഈ അമേരിക്ക ഒന്നും പറയുന്നത് ഒന്നും ഇപ്പം ഇസ്രയേൽ ചെവിക്കൊള്ളാറില്ല, ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ ചെവിക്കൊള്ളാറില്ല. അതിന്റെ ഫലം കറക്റ്റാ. കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ദിവസം വൈലറ്റ് ന്യൂസിന്റെ, അത് ഇസ്രായേൽ മാധ്യമമാണ്, അപ്പൊ അവരുടെ ന്യൂസിനകത്ത് ഈ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജനപ്രീതി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഭയങ്കര ഉം. ഡൗണിൽ കിടക്കുകയായിരുന്നു പുള്ളി താഴെ കിടക്കായിരുന്നു. ജനങ്ങളെ ഏറ്റവും മോശം പ്രധാനമന്ത്രി, കഴിവുകെട്ടവനെന്ന് പറഞ്ഞിടത്തു നിന്ന് പുള്ളി വളരെയധികം ഉയർന്നു കഴിഞ്ഞു ഈ ഹിസ്ബുള്ളയുടെ അറ്റാക്കൂടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ ഇസ്രയേലിന് താല്പര്യമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ രാജ്യം ഇസ്രയേൽ പോലൊരു രാജ്യമല്ല. കാരണം നമ്മൾ വലിയൊരു രാജ്യമാണ്, വലിയ ജനസംഖ്യയുണ്ട്. അത് അപ്പം ഞാനത് ഇവിടെ ഞാനത് പറഞ്ഞതുണ്ടല്ലോ, ഇത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്ന ഒരു സംഭവമല്ല. കാരണം ഇസ്രായേലിന്റെ അല്ല, പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലമാണ്. ഇന്ത്യയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതിലേറെ വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലമാണ്. അതെ ഇപ്പൊ അതെ അതെ അതെ, നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ ഇതുപോലെ ഡീൽ എന്തെങ്കിലും ഒരു വഴി പുള്ളി തീർച്ചയായും അതുവഴി വഴി കാണും, കണ്ടെത്തിയെന്നാണ് വഴി പറഞ്ഞത്. കാണും. അല്ലാതെ വഴി അല്ല വഴി കാണുമെന്ന് മാത്രമല്ല, ഇത്രയും വലിയ രീതിയിലൊരു അറ്റാക്ക് വരില്ലായിരുന്നു. അതിന് അതെ അദ്ദേഹം അതെ. നമ്മൾ ചെയ്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഈ ബാലക്കോട്ട് ഇന്ന് വരെ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ചെയ്യാത്ത കാര്യം. അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത കാര്യം എന്താ?
കൃത്യമായി അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. അമേരിക്ക, റഷ്യ, ഒപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അറിയിച്ച് കെട്ടേണ്ടതെല്ലാം കെട്ടി. അതിനു മുൻപ് നയതന്ത്ര നീക്കങ്ങൾ, അംബാസഡർമാരെ എല്ലായിടത്തും നയതന്ത്ര നീക്കങ്ങൾക്ക് ഉപയോഗിച്ച് ചെറിയ രാജ്യങ്ങളെല്ലാം അദ്ദേഹം പോകേണ്ട രാജ്യത്ത് എല്ലായിടത്തും പോയി. അത് എല്ലായിടത്തും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷമാണ് അടി തുടങ്ങി. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്യാപ്റ്റൻ വർദ്ധമാനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയി. അഭിനന്ദൻ വർദ്ധമാൻ. അതിനുശേഷം വിമാനം തകർന്നു വീണ് പാകിസ്ഥാനിലകപ്പെട്ട ആ ഒരു സംഭവം. അന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ, ലൈവ് അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ മീഡിയാസ് ആയിരുന്നു, ഇന്ത്യൻ മീഡിയാസ് ആയിരുന്നില്ല. ഇന്ത്യൻ മീഡിയാസിനേക്കാൾ കൂടുതൽ കൊടുത്തുകൊണ്ട് ഇന്റർനാഷണൽ മീഡിയാസ്. അപ്പൊ അവരാദ്യം ആ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ ആ വാർത്തയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്യാപ്റ്റനെ വിട്ടില്ലെങ്കിൽ, അഭിനന്ദനെ വിട്ടില്ലെങ്കിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യുക തന്നെ ചെയ്യുമെന്ന്. ഒടുവിൽ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേട്ട കാര്യം, നരേന്ദ്രമോദി ഡയറക്റ്റ് US പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ കറാച്ചി ഉൾപ്പെടെ തകർത്ത് കളയും. കാരണം വാർഷിപ്പുകൾ ഇറക്കി, കംപ്ലീറ്റ് എല്ലാം ഇറക്കി എന്ന് പറഞ്ഞ് ഇനി നോക്കാനില്ല. കാരണം റഷ്യ ഫുൾ സപ്പോർട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുക, വിടുക, എന്തെങ്കിലും പറ്റിയാൽ ആ സെക്കൻഡ് കറാച്ചി കാണില്ല, പിന്നെ ഇസ്ലാമാബാദും എന്നൊരൊറ്റ ഡയലോഗാണ് പോയത്. അതിൽ നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സംഭവം എന്താണ്, അഭിനന്ദൻ വർദ്ധമാൻ പുറത്തിറങ്ങി വന്നപ്പോ പുള്ളിയുടെ ദേഹത്ത് ഒരു രോമം പോലും അവന്മാര് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സംഭവം. അല്ല, നേരത്തെ ഏതെങ്കിലും പട്ടാളക്കാരനെ ഇവന്മാര് പിടിച്ചു കഴിഞ്ഞാല് ഇവന്മാര് ചിത്രവധം ചെയ്ത് കളയും, ഒരു രോമം. അത് ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മോദിയെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എല്ലാവരും തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറി വിളിച്ച് അവസാനം ഞാൻ നോക്കുമ്പോ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ ബോർഡർ കടന്ന് കൂളായിട്ട് ചായയും കുടിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, ഇത് അമേരിക്കയുടെ ചില സെനറ്റ് മെമ്പർമാരും ഒക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അവര് പറഞ്ഞു ഈ ഒരു സംഭവത്തിൽ അന്ന് അമേരിക്ക ഇടപെട്ടത്. അന്ന് ആ സംഭവത്തിൽ പാകിസ്ഥാന് ഈ പറയുന്ന ഈ വർദ്ധമാനെ വിട്ടില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പിന്നീട് ഉണ്ടാകുമോ എന്ന് പോലും ഞങ്ങൾ ഭയന്നു എന്നാണ് അമേരിക്ക പറഞ്ഞത്. കാരണം അമേരിക്കയെ പോലും വിറപ്പിച്ചുകൊണ്ടാണ് അന്ന് ഇന്ത്യ നടത്തി നീക്കുക. ഇതാണ് ഞാൻ പറയുന്നത്, ഒരു ഭരണാധികാരികളുടെ ഒരു കപ്പാസിറ്റിയാണ്. ആ സമയം തന്നെ മുഴുവൻ സ്ഥലത്തേക്കും ഇതിനെ അടിക്കാനുള്ള നീക്കം നടത്തി നേരത്തെ അറിയിക്കുക. അന്ന് അതിന്റെ ഒപ്പം തന്നെ ഈ അന്തർദേശീയ മാധ്യമങ്ങൾ നൽകിയ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഇന്ത്യ അടിക്കും, ഇന്ത്യ കയറി പണി നടത്തും എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം വെച്ചാൽ നമുക്ക് അത് ശീലമില്ല. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ കയറി സർജിക്കൽ സ്ട്രൈക്ക്, ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചറപറ എപ്പോ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു പറയുന്നുണ്ടെങ്കിൽ അന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷെ അവര് പറഞ്ഞിരുന്നു, ഇന്റർനാഷണൽ മീഡിയാസ് പറഞ്ഞു ഇന്ത്യ അതിർത്തി കടന്ന് അടിക്കും എന്ന് പറഞ്ഞു. ആ ഒരു മെത്തേഡ് ഇന്ത്യ പഠിച്ചെടുത്തതും ഇസ്രയേലിൽ നിന്ന് തന്നെയാണ്. ആ ടെക്നിക്ക് പഠിച്ചെടുത്ത് അടിക്കുന്നവനെ അവിടെ കയറി അടിക്കുക, അത് തന്നെയാണ്. അങ്ങനെ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഒരു പോളിസി തന്നെ അവതരിപ്പിച്ചു. നരേന്ദ്രമോദി ഒരു പോളിസി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അതായത് അതിർത്തി കടന്ന് ഭീകരവാദം ചെയ്യുന്നവനെ അതിർത്തി കടന്നു പോയി കൊല്ലുക. നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു പോളിസിയാണ് ഇന്ത്യ പറയുന്ന, പബ്ലിക് പരസ്യമായിട്ട് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു പോളിസിയാണ് ഇപ്പോ ലോകത്ത് എല്ലായിടത്തും ഇപ്പൊ ആപ്ലിക്കബിൾ ആണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള പോളിസി ആയിട്ട് മാറിയത്. ഇസ്രായേലിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, അതിർത്തി കടന്ന് ഇസ്രായേലിന്റെ അകത്ത് കയറിയിട്ട് അടിച്ചോ, അപ്പൊ ഇസ്രായേലിന് ബാധ്യതയാണ്, ഉത്തരവാദിത്വമുണ്ട്, അവന്റെ വീട്ടിൽ പോയി അവനെ അടിച്ചു കൊല്ലുക എന്നുള്ളത്. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്, ഞങ്ങളും അത് ചെയ്യുന്നത്. ആ ഒരു പോളിസി കൊണ്ടുവന്നുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇന്ത്യക്ക് ഏത് നിമിഷം വേണമെങ്കിലും അതിർത്തി കടന്ന് അടിക്കാം, നാളെ വേണമെങ്കിലും ഇന്ത്യ അടിക്കുന്നവർക്ക് അടിക്കാം. അപ്പോഴും ഇന്ത്യ പറയുന്നതായിരിക്കും, ഞങ്ങൾ അങ്ങോട്ട് അടിക്കാൻ പോയിട്ടില്ല, ഞങ്ങളെ കയറി അടിക്കുന്നതിന് അങ്ങോട്ട് പോയി തീർക്കുക, ഇത് ഞങ്ങളുടെ പോളിസിയാണ്. ഈ പോളിസി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പറഞ്ഞു, ഉള്ള എല്ലാ സഖ്യങ്ങളിലും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഈ കോഡ് സഖ്യത്തിൽ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി അത് പറഞ്ഞു, അതിർത്തി കടന്നു വരുന്ന ഭീകരവാദത്തെ അതിർത്തി കടന്നുപോയി തന്നെ തീർത്തില്ലാതാക്കുക എന്നുള്ള പറഞ്ഞു. അപ്പം ഇതാ ഞാൻ പറഞ്ഞത്, ഒരു നയതന്ത്രമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മോദി ഇടപെടാമെങ്കിൽ തങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്. അദ്ദേഹം ഇസ്രായേൽ സ്ഥാനപതി പറഞ്ഞത്. അത് ന്യൂസ് 18 വലിയ വാർത്തയൊക്കെ നൽകുകയും ചെയ്തു. വേറെ മാധ്യമങ്ങളൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് നൽകിയ അഭിമുഖത്തിലെങ്ങാണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ ഇടപെട്ടാൽ ഞങ്ങൾ നിർത്താം എന്ന് പറഞ്ഞു. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. കാരണം ഇന്ത്യയുടെ ഇതിനകത്തൊരു നിലപാടെന്താണ്, നമ്മൾ സ്വതന്ത്ര പാലസ്തീനെ അനുകൂലിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മളെ തിരിച്ചടിക്കണം എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ ഇതിനകത്തൊന്നും കൊണ്ട് നരേന്ദ്രമോദി തലവെച്ച് കൊടുക്കത്തില്ല. കാരണം അതിനകത്ത് കൊണ്ട് തലവെച്ച് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് നേടാനുമില്ല. അപ്പം ഈ റഷ്യ ഉക്രൈൻ വാർ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെനിക്ക് തോന്നുന്നു ഈ നാളെ ഒക്ടോബർ 1 ഒക്ടോബർ 22 അദ്ദേഹം റഷ്യയിൽ എത്തുന്നുണ്ട്. അപ്പൊ അപ്പോഴത്തന്നെ ഒരു രൂപരേഖയാകും തോന്നുന്നു. അതായത് എന്തായാലും ഈ പുതുവർഷം നമ്മള് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു സുവർണ ടൈമിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. അതിന് പ്രധാനം ഇതായിരിക്കും, റഷ്യ ഉക്രൈൻ വാർ ഇത് നടത്തുന്നത്.
മറ്റേതിലൊന്നും കൊണ്ട് ഇന്ത്യ തലവെച്ച് കൊടുക്കത്തൊന്നുമില്ല ഇസ്രായേൽ സംഘർഷത്തിൽ. അവസാനമായിട്ടൊരു ചോദ്യം. ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് പോകുമോ? ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെയുള്ളൂ, അവസാനം ഗതികെട്ട് ഇറാൻ 3-4 ദിവസത്തേക്ക് ഒരു ചെറിയ മിസൈൽ അറ്റാക്കുകൾ നടത്തും, ഒരു യുദ്ധഭീതിയിലേക്ക് എത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് പക്ഷെ തന്നെ അത് ഇവിടെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അല്ല കാരണം അല്ല ഖൊമേനിയൊക്കെ ഇതിനകത്ത് ഒളിവിൽ പോയില്ലേ? ഇല്ലില്ല, അങ്ങനല്ല. ഇതിനകത്ത് ചില ഈ നയതന്ത്ര കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എന്തിനാണ് ഈ വലിയ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഈ ഹിസ്ബുള്ളയൊക്കെ നേരെ ഈ ടേബിളിൽ കൊണ്ടുവരണം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഒരു പ്രഷർ ചെലുത്തി ഇവന്മാരെ കൊണ്ടുവന്നിട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്തു മേടിക്കണം. ഇവിടെ ഇനിയിപ്പോ ഇറാൻ ഒരു അറ്റാക്ക്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പൊ ഇറാൻ ഇപ്പൊ ഒരു ഉം. 2-3 അല്ലെങ്കിൽ 10-100 മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് വിട്ടു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇടപെടും, അതൊരു ലോക യുദ്ധത്തിലേക്ക് പോകും. അപ്പൊ എന്ത് പറ്റും? പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ചർച്ചകൾ തുടങ്ങാൻ പോകും, അല്ലെ? ഇപ്പൊ ഖത്തറോ ഇല്ലെങ്കിൽ മറ്റ് അമേരിക്കയോ ഏതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുന്നു, കോംപ്രമൈസ് ചർച്ചകൾ വരുന്നു. ഈ കോംപ്രമൈസ് ചർച്ച വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി ഹിസ്ബുള്ള വിഷയങ്ങൾ അതിൽ വരുന്നു, എല്ലാ വിഷയങ്ങളും വന്നിട്ട് ഇതൊരു ഒരു സമാധാന കരാറിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ഇറാൻ ഇറങ്ങിയേക്കും. കാരണം അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഇറങ്ങുന്നതല്ല, ഇസ്രായേലിൽ അത് വാങ്ങി കൂട്ടാൻ ഉം. വേണ്ടി ഇറങ്ങുന്നതല്ല. ഇത് എനിക്ക് തോന്നുന്നത് മുമ്പൊക്കെ അവർ ചെയ്തതുപോലെ തന്നെ ഈ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് കണക്ക് വിടുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അവരെ കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന പ്രോക്സി സംഘടനകൾക്ക് ഒരു ആത്മവീര്യം നൽകാനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഒരു 3-4 ദിവസമൊക്കെ അടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നു, അമേരിക്ക ഉൾപ്പെടെ ഇടപെടുന്നു. ചിലപ്പം അതൊരു സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് ഈ യുദ്ധം എവിടെങ്കിലും എടുത്ത് തീരണ്ടേ ധനുഷ്? ഈ തുടങ്ങി വെച്ച സാധനം ഈ എവിടെങ്കിലും തീരണ്ടേ? രണ്ട് ഐക്യരാഷ്ട്ര സംഘടന കൂട്ടരെ ഇടപെടുന്നു എന്ന് ക്ഷീണിച്ചു. പറയുമ്പോ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ അവിടെ ചെന്നിട്ട് ഐക്യരാഷ്ട്ര സംഘടനയെ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ ചാണകം വാരി എറിഞ്ഞിട്ട് തിരിച്ചു വന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ കുറച്ചു നാള് കഴിഞ്ഞ വർഷം അല്ലല്ല, അവിടെ ചെന്നിട്ട് ഐക്യരാഷ്ട്ര ശരിയാണ്. സംഘടനയെ അച്ചമുച്ചം വലിച്ചു കീറി തേച്ചൊട്ടിച്ചിട്ട് വന്നതാണ് ഇപ്പൊ നെതന്യാഹു. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ ഈ യുദ്ധം എവിടെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. ഇത് വലിയ രീതിയിലേക്ക് ഉം. മാറാതിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഇറാൻ മുൻകൈ എടുത്ത് ഇത് തീർക്കാനേ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഈ ഉം. ഹിസ്ബുള്ളയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദാക്ഷിണ്യം ഇല്ലാതാണ് ഈ ഇസ്രയേലുകാർ വാരി വേറെ ബോംബിടുന്നത്. എല്ലാ ദിവസവും കൊണ്ട് കൊട്ടക്കണക്കിന് ബോംബ് തട്ടിയിട്ടാ പോകുന്നത്. എത്ര എണ്ണം മരിക്കുന്നത്? യമനിൽ ഹുത്തികൾക്കെതിരെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പണി. ഇതൊക്കെ നിർത്തണമെങ്കിൽ ഇറാൻ കളത്തിലിറങ്ങിയേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞതുപോലെ 2-3 ദിവസം ഇറാൻ ഒരു ഉം. മിസൈൽ അറ്റാക്ക് നടത്തും. സ്വാഭാവികമായിട്ട് പല രാജ്യങ്ങളും വരും, അമേരിക്കയൊക്കെ വന്ന് ഇസ്രായേലിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചിലപ്പോ ഒരു തൽക്കാല ശമനം നിർത്തിവെക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇറാൻ ഒരു ഫുൾ സ്കെയിൽ വാറിനൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരു രാജ്യമാണ് അത്. കാരണം അവര് ഉം. ഒരുപാട് സാമ്പത്തികമായിട്ടുമൊക്കെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവരെങ്ങനെ പോകുമെന്ന്, അത് തന്നെ അവരുടെ രാജ്യത്തുനിന്ന് പോലും വലിയ സപ്പോർട്ട് കിട്ടത്തില്ല ഒരു യുദ്ധത്തിന് ഇനി പോയാൽ. ഉം. അതിനകത്ത് ഒരു ചെറിയ വിഭാഗം മതം, ഈ പ്രാന്തന്മാർ എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ, യുദ്ധം വരണം അതെ. യുദ്ധം വരണം എന്ന് പറയാൻ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വിഭാഗമേ ഉള്ളൂ. അവിടുത്തെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ഒന്നും യുദ്ധത്തിന് പോകണമെന്ന് യാതൊരു താല്പര്യം ഇല്ലാത്തവരാ. കാരണം യുദ്ധം ഒരു രാജ്യത്തെ കുറഞ്ഞത് ഒരു 10-30 വർഷത്തേക്ക് പിന്നോട്ടടിക്കും. അതിപ്പോ നമ്മുടെ രാജ്യമായാലും, നമ്മുടെ രാജ്യം ഉം. പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ പോയാലും ചൈനയോട് യുദ്ധം ചെയ്യാൻ പോയാലും നമ്മളൊരു 50 വർഷം പുറകോട്ട് പോകും, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 30 ഉം. വർഷം പുറകോട്ട് പോകും. കാളവണ്ടി യുഗത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതെ അതെ. അതുകൊണ്ട് യുദ്ധം ഒരു ശാശ്വത പരിഹാരമല്ല. പക്ഷെ എന്തായാലും ഇറാൻ അങ്ങനെ വരില്ല. ഒരുപക്ഷെ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ അറ്റാക്ക് ഒരുപക്ഷെ ഇറാൻ നടത്തിയേക്കാം. കാരണം അവിടുത്തെ ഇറാനിലെ ശരി ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് വേണം. ശരി. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള അറ്റാക്ക് തന്നെയാണ് ഇപ്പോഴും പശ്ചിമ ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും നാലുപാടും കടന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിറിയ ആണെങ്കിൽ അത് അമേരിക്കയാണ് വ്യോമാക്രമണം നടത്തുന്നത്, ഹൂതി വിമതർ നാളെ. അത് കഴിഞ്ഞ് ഹിസ്ബുള്ളയ്ക്ക് പുതിയ കമാൻഡർ തലവൻ വന്നു. ആഹ് അയാളെയും കൊല്ലാനുള്ള പദ്ധതികൾ ഇപ്പോ ഉണ്ടാക്കുകയാണ് ഇസ്രായേൽ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യുദ്ധത്തിന് ഒരു ശമനവുമില്ല. ഇപ്പോ ഇനി സമ്പൂർണ്ണമായിട്ടുള്ള കരയുദ്ധത്തിലേക്കും കൂടെ ഇസ്രായേൽ പോകാൻ പോവുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇറാൻ ആണ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നിൽ ഇറാനാണ്. അപ്പൊ ഇറാനെ എങ്ങനെയാണ് ഇസ്രായേൽ ഡീൽ ചെയ്യാൻ പോകുന്നത്? ഇറാനെ ഒന്ന് കളത്തിലേക്ക് ഇറക്കാനായിട്ട് മാക്സിമം പ്രൊവക്കേഷൻ ഇസ്രായേൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇറാൻ ഞാനിപ്പോ തേങ്ങ ഉടക്കി എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ഇതുവരെ ഉടയ്ക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അയത്തുള്ള ഖൊമേനിയൊക്കെ പേടിച്ച് ബങ്കറിൽ കയറി ഇരിക്കുകയാണ്. പക്ഷെ ഇറാൻ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാനിലുള്ളതും ഈ സിറിയയിലുള്ളതും ബിച്ചേട്ടൻ പറഞ്ഞു ഈ ജനങ്ങളെല്ലാം വളരെ ആഘോഷത്തിലാണ്. കാരണം ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ന്യൂയിസൻസ് ആയിരുന്നു ആ ഏരിയയിൽ എന്നുള്ളത് ഇവരുടെ ആഘോഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു മത ലോകത്ത് നിന്നും എങ്ങനെയെങ്കിലും പുറത്തു ചാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ മാക്സിമം ഉള്ളത്. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടതാണ്. താലിബാൻ വരുന്നു എന്ന് കണ്ട ഉടനെ തന്നെ കിട്ടുന്ന ഫ്ലൈറ്റ് പിടിച്ച് ആ ഫ്ലൈറ്റിന്റെ ചിറകിലും വീലിലും ഒക്കെ അള്ളിപ്പിടിച്ച് ആ ഫ്ലൈറ്റ് പറന്നു പോകുമ്പോൾ അതിൽ നിന്ന് അടർന്നു വീഴുന്ന ആൾക്കാരെ കണ്ടതാണ്. അപ്പൊ എത്രത്തോളം ഇവന്മാരെയൊക്കെ അവിടെയുള്ള ജനങ്ങൾ തന്നെ വെറുക്കുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്.
അതുപോലെ തന്നെയാണ് ഇറാനിൽ ഈ ഇടയ്ക്ക് നടന്ന ഹിജാബ് പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഹിജാബ് പ്രതിഷേധത്തിന്റെ വാർഷികം അവർ ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള വലിയ സംഭവങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും ഇസ്രായേലിനോടൊപ്പം ഇവിടെയുള്ള ജനങ്ങളിലെ പല വിഭാഗങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ഒരു മതരാജ്യം, ആ ഒരു മതമാണ് എല്ലാത്തിന്റെയും പ്രശ്നം എന്ന് പറയുന്നത്, ഇവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. പലസ്തീന് ലാൻഡ് ആണെങ്കിൽ ഇറാനും ഹിസ്ബുള്ളയ്ക്കും സിറിയയ്ക്കും ഐസിസിനും എല്ലാം മതമാണ്. അതാണ് ഭീകരവാദം എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ടും തീർക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഏത് നിമിഷവും പശ്ചിമേഷ്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വോൾക്കാനോ, ഒരു അഗ്നിപർവ്വതം പോലെയാണ് ഇത് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലടക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എണ്ണയും പിണ്ണാക്കും ഒക്കെ അവിടെ നിന്നോട്ട് വരണമല്ല, പെട്രോളിനൊക്കെ പതുക്കെ പതുക്കെ വില കൂടും. അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു നമുക്ക് നിർത്താം. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.